യാത്ര പ്രവാചകൻ്റെ നാവിന്ന് നേർക്ക് നേരെ കേൾക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത അത്ര ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനും സാധിച്ചില്ല. ഇതിലൊക്കെ A+ കിട്ടിയ ആളല്ല നിങ്ങൾ. പിന്നെ ഇപ്പം മരിക്കാൻ കാലത്ത് എന്തിനാ നോലോളിക്കണേ കരയണേ? അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഖില്ലത്തു സാദി വതൂലു സഫരി. ഖില്ലത്തു സാദി, എൻ്റെ സമ്പാദ്യം വളരെ ശുഷ്കമാണ്. വതൂലു സഫരി, ഏതൊക്കെ പ്രതിസന്ധി കൂടെ കടന്നു പോകണം. മരണം മുതൽ സ്വർഗപ്രവേശനം വരെ 10ഓളം ആവശ്യങ്ങളുണ്ട് സഹോദരന്മാരെ നമുക്ക്. ആ 10 ആവശ്യം നേടിയെടുക്കാനുള്ള സമ്പാദ്യം അബൂ ഹുറൈറൻ്റെ കയ്യിലില്ല. ഈ മനുഷ്യൻ്റെ കയ്യിലില്ലേ പിന്നെ നമ്മളെ കയ്യിൽ എന്ത് മണ്ണാങ്കട്ടയുള്ളത്? ആലോചിച്ച് നോക്കി. മദീന പള്ളിയിൽ നിന്ന് ഉരുകി തീർന്ന ഒരു ജീവിതം, ഖുർആനും സുന്നത്തും പഠിക്കാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പുരുഷായുസ്. അതിൻ്റെ അന്ത്യയാമത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്ക് ഖില്ലത്തു സാദി, എൻ്റെ പാതയം വളരെ ശുഷ്കമാണ്. വതൂലു സഫരി, യാത്ര വളരെ സുദീർഘമാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം തന്നെ രാത്രിയാണ്. അദ്ദേഹത്തിൻ്റെ കഥ ഒക്കെ രാത്രി ഇറങ്ങി നടക്കുമ്പോഴാണ്. അപ്പോൾ ആരോ ചോദിച്ച് കിടന്നുറങ്ങിക്കൂടെ കുറച്ചൊക്കെ? എന്നും ഇങ്ങനെ എണീച്ച് കിടന്നോ? മനുഷ്യൻ നശിച്ചു പോലെ ഉറക്ക് വേണ്ടേ? എന്താ മറുപടി? പകല് ഞാൻ ഉറങ്ങിയാൽ ജനങ്ങളെ കാര്യം ആര് നോക്കും? രാത്രി ഞാൻ ഉറങ്ങിയാൽ ഉമറിൻ്റെ കാര്യം ആര് അള്ളാഹിനോട് പറയും? പകല് ഞാൻ ഉറങ്ങിയാൽ ജനങ്ങളെ കാര്യം ആരാ നോക്കുക? രാത്രി കിടന്നുറങ്ങിയാൽ എൻ്റെ കാര്യം അള്ളാഹിനോട് പറഞ്ഞ് ഈ വാങ്ങി തരുമോ? ആ മനുഷ്യനോട് ഉണ്ടാക്കുക എന്നല്ല എന്താ കാട്ടുക? നോക്കിങ്ങൾ മതിയാകണില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഇന്നി ആരിഫു ഇസ്മ റജുലിൻ, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാളെ പേരറിയാം. വസ്മ അബീഹി വ ഉമ്മിഹി, അയാളെ അമ്മനെയും ബാപ്പനെയും അറിയാം. എന്നാൽ അയാൾ നല്ലോണം അറിയാമെന്നതിൻ്റെ അർത്ഥം. എന്താണ് അയാളുടെ പ്രത്യേകത? സ്വർഗത്തിൻ്റെ എല്ലാ കടപാടങ്ങളിലൂടെയും 8 കവാടങ്ങളിലൂടെയും അയാൾക്ക് കയറിപ്പോവാം. അപ്പോൾ ഏത് സ്വർഗത്തിൻ്റെ കവാടത്തിൽ കൂടി കയറിപ്പോവാൻ അള്ളാഹു അനുവാദം കൊടുക്കുന്ന ഒരാൾ ഈ സദസ്സിലുണ്ട്. അതിന് അയാളെ പേരറിയാം, അയാളെ അമ്മൻ്റെ പേരറിയാം, അയാളെ വാപ്പൻ്റെ പേര് മാത്രം പറഞ്ഞില്ല. ഫഖാല സൽമാനുൽ ഫാരിസി. ഫാരിസി എന്ന് പറഞ്ഞാൽ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ പഴയ പേരാണ്. അഗ്നി ആരാധകരാണ്, മജൂസികളാണ് ഇറാനി ആളുകൾ. അങ്ങനെ അവിടെ ജനിച്ച് നീണ്ട അന്വേഷണ പരീക്ഷണ പഠനത്തിനൊടുവിൽ ഇസ്ലാമിൽ എത്തിപ്പെട്ട എന്താ പറയുക അന്വേഷിയാണ് സത്യത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വലിയ സംഭാവന നൽകിയ ആളാണ്. ഖന്തഖ് യുദ്ധം നമ്മൾ എല്ലാവരും കേട്ട് കിടങ്ങ് കുഴിക്കുക. ഈ കിടങ്ങ് കുഴിക്കുക എന്നത് അറേബ്യൻ യുദ്ധതന്ത്രമല്ല, പേർഷ്യൻ യുദ്ധതന്ത്രമാണ്. അത് മുസ്ലിങ്ങളെ പഠിപ്പിച്ചത് അദ്ദേഹമാണ്. അങ്ങനെ ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഖന്തഖ് യുദ്ധത്തിൽ മുസ്ലിങ്ങളെ സംരക്ഷിച്ച അല്ലെങ്കിൽ രക്ഷപ്പെടുത്തിയ യുദ്ധതന്ത്രജ്ഞൻ. അദ്ദേഹം എഴുന്നേറ്റ് പ്രവാചകനോട് ചോദിച്ചു, ഹാദാ മുർത്തഫിഉൻ ശഅ്നുഹു യാ റസൂലല്ലാഹ്, നിങ്ങൾ ആ പറഞ്ഞ മനുഷ്യൻ്റെ ഒരു വലുപ്പം ഞങ്ങൾ ആലോചിക്കുകയാണ്. നമ്മളൊക്കെ ഇപ്പോൾ സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വാതിൽക്കൽ കൂടെ അവിടെ കയറിപ്പോയാൽ മതി എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇയാൾക്ക് ഇപ്പോൾ ഏത് വാതിൽ കൂടി കയറിപ്പോലെ വലിയ ഭാഗ്യവാൻ തന്നെയാണ്. നിങ്ങൾ അയാളെ പേര് പറയാൻ മറന്നതാണോ വിട്ടതാണോ? പേര് നിങ്ങൾ പറഞ്ഞില്ല. റസൂലുള്ളാഹി പറഞ്ഞു, പേര് പറയാനല്ല വേണേ ചൂണ്ടിക്കാട്ടി തരാം. ആ ഇരിക്കുന്ന വെളുത്ത അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റി പറഞ്ഞു. ഈ മനുഷ്യന് പിന്നെ അള്ളാഹിനെ പേടിക്കേണ്ടതുണ്ടോ? നമ്മളെ മായി വല്ലതും ബേജാറാകേണ്ടതുണ്ടോ? എന്നാൽ കൂട്ടത്തിൽ അദ്ദേഹമല്ലേ ഏറ്റവും കൂടുതൽ പടച്ചവനെ പേടിച്ചത്. പിന്നീട് ഇതൊക്കെ കേട്ടിട്ട് വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുമ്പോൾ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഒരു പെൺമാൻ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. നമുക്ക് അടുത്ത് കാണാൻ കിട്ടൂല, മാന് പെട്ടെന്ന് ഓടും നമ്മളെ കാണുമ്പോൾ. അപ്പോൾ അത് ഉറങ്ങായതുകൊണ്ട് മെല്ലെ ഒച്ച ഉണ്ടാക്കാതെ ചെന്ന് അതിനെങ്ങനെ നോക്കി ആസ്വദിക്കുകയാണ് ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു. തന്നോട് പറയാണ്, അല്ലയോ മാനെ, മാനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നിനക്കെന്താ സുഖം? നിനക്ക് എവിടുന്നും ഭക്ഷണം കഴിക്കുക, നിനക്ക് എവിടുന്നും വെള്ളം കുടിക്കുക, നിനക്ക് എവിടെയും കിടന്നുറങ്ങാം, പരലോകത്ത് നിനക്ക് വിചാരണയില്ലല്ലോ. അബൂബക്കറും നിന്നെപ്പോലെയായിരുന്നെങ്കിൽ ആരെപ്പോലെ? ഈ നാക്കാരിയെപ്പോലെ. എന്തതിൻ്റെ ആവശ്യം? സ്വർഗമുണ്ടെന്ന് റസൂൽ പറഞ്ഞല്ലേ? എത്ര വട്ടം? 1-2 വട്ടം പറഞ്ഞത് അല്ലല്ലോ. ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലൊരു വലിയ കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിൻ്റെ ഭംഗി ഇങ്ങനെ പ്രവാചകന് പറഞ്ഞിട്ട് മതിയാകണില്ല.
സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കല്ലുകളെ കൊണ്ടാണത്രേ ആ കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. നമുക്കത് ഇമാജിൻ ചെയ്യാൻ പോലും സാധിക്കൂല. ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറമുള്ള എല്ലാ കാഴ്ചയും കാണാം, പുറത്ത് നോക്കിയാൽ ഉള്ളിലുള്ള എല്ലാ കാഴ്ചയും കാണാം. എനിക്കറിയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഞങ്ങളോട് പറയാൻ മാത്രം. ഞാൻ ആ കൊട്ടാരത്തിന് മുമ്പിൽ 2 കാവൽക്കാരെ കണ്ടു. പ്രവാചകൻ പറയാൻ, അവരോട് ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആരുടേതാണ്? അവർ പറഞ്ഞു, ഫതം മിൻ ഖുറൈഷ്, ഖുറൈശികളിലെ ഒരു യുവാവിന് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. എന്താണ് അയാളുടെ പേര്? ഉമർ ബിൻ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് താമസിക്കാനുള്ള കൊട്ടാരം പ്രവാചകൻ കണ്ണുകൊണ്ട് കണ്ട് മദീനത്തെ പള്ളി വന്ന് ഡയറക്റ്റായി പറഞ്ഞു. ഇത്രയും കൂടി പറഞ്ഞു. എത്ര? എനിക്കതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി. നിമ്മറേ കയറാൻ തോന്നിയപ്പോഴാണ് എനിക്ക് അന്നെ ഓർമ്മ വന്നത്. എന്താ ഓർമ്മ വന്നതറിയോ? ഞാനെങ്ങാനും എന്നോട് ചോദിക്കാതെ അതിൻ്റെ ഉള്ളിൽ കയറിയാൽ, ഈ ഇവിടെ വന്നിട്ട് ചോദിച്ചാൽ ഇങ്ങളോട് ഇപ്പം അതിൻ്റെ ഉള്ളിൽ ആരും വണ്ടി കയറാൻ പറഞ്ഞ് ഇവിടുന്ന് ഒരു കച്ചറ ഉണ്ടാകണ്ട എന്ന നിലക്കാണ് ഞാൻ കയറാഞ്ഞതെന്ന് വരെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കി, ആ മനുഷ്യൻ പരലോകത്തെ സമ്പാദ്യത്തെപ്പറ്റി ആലോചിച്ച് ബേജാറാകേണ്ടതുണ്ടോ? ഇല്ല. എന്നിട്ട് എന്താ സ്ഥിതി? അദ്ദേഹത്തിന് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അന്ന് മുതലാണ് ഉമറുള്ളവന് കരയാൻ തുടങ്ങിയത്. നമ്മൾ കരച്ചിൽ നിർത്തലാണ്, ഇനി കരേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം എന്നെ പറ്റിയേറ്റാണ്ട് റസൂലുള്ളാഹി പറഞ്ഞെങ്കിൽ പിന്നെ ആ പള്ളി വരൂലേ സിനരിക? അപ്പം നിങ്ങൾ അങ്ങാടി അല്ല മൗലവി പള്ളി എന്ത് പള്ളി? അപ്പം ഈ രാവിലത്തെ വരുമെന്ന് പറഞ്ഞില്ലേ? റസൂൽ എനിക്ക് സ്വർഗം ഉണ്ട്, വേണേ പോയി നിൽക്കുക, എൻ്റെ കാര്യം നോക്കാം, എന്നെ നോക്കണ്ട കേട്ടോ എന്ന് പറയും. ഉമർ അല്ലാഹു അൻഹു കരയാൻ തുടങ്ങിയ അന്ന് മുതലാണ്. വഫാത്താകുന്നതിന് മുമ്പ് ഇബ്നു ഉമർ അല്ലാഹുവിൻ്റെ മടിയിൽ തല വെച്ച് കേൾക്കുക, കുത്തേറ്റാണല്ലോ മരിച്ചത്. എന്താ പറഞ്ഞതറിയോ? എൻ്റെ കവിളുങ്ങൾ നിലത്ത് വെക്കണം. എന്തിനാണ്? നിലത്ത് കിടക്കുന്ന എൻ്റെ ആ പാപം രൂപം കണ്ടിട്ടെങ്കിലും അള്ളാഹുവിനോട് കരുണ കാണിക്കട്ടെ എന്നാണ്. ഞാനത് പറഞ്ഞെന്തിനാ അറിയോ? ക്വാണ്ടിറ്റി അമൽ എവിടെ എത്തൂല സഹോദരന്മാർ. ചിലവർക്കൊക്കെ തോന്നുന്നുണ്ട് ഇപ്പോൾ 2.5 കത്തായോ, ഞാൻ അങ്ങനെ വേറൊരു ചോദ്യമൊന്നും വേണ്ട, ഇങ്ങനെ 5-6 ദിവസമൊക്കെ അങ്ങനെ ആക്കാൻ പോലെ ഓതിയാൽ മതി. 2 കഴിഞ്ഞിക്കണല്ലോ, 3ാമത്തെ ഒന്ന് ഇപ്പോൾ ഒന്ന് തന്നെ തീർക്കാത്തല്ലോ. എത്ര ഉണ്ട് ഇപ്പോൾ ചെമ്പകുത്തിൽ? ഇവനോട് ഇബ്ലീസ് പറഞ്ഞു കൊടുക്കുക. എന്താണെന്നറിയോ? അധികം ആയാലും ബുദ്ധിമുട്ടാത്. എങ്കിൽ ഇത് വെച്ച് ചേർത്ത് പഠിക്കുക. നമുക്കൊക്കെ ചില ആൾക്ക് തോന്നും അതുകൊണ്ട് റമളാൻ കഴിഞ്ഞാൽ പള്ളി കാലിയാകുന്നത് എന്തുകൊണ്ടാ? കുറച്ചധികമായി പോയോ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ പറയാണ്, ബനീ ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരാളെ അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗം. അയാൾ പർവ്വത സമാനമായ ഇബാദത്തുമായി പരലോകത്ത് വരും. പരലോകത്തിൻ്റെ പ്രത്യേകത അതാണല്ലോ, ഒരു മനുഷ്യനെ കണ്ടാൽ അയാളെ അമല നമുക്ക് കാണാം, അമലുമായിട്ടാണ് വരിക. ഇപ്പോഴും എൻ്റെ അമലിൻ്റെ കൂടെ ഉണ്ട്, പക്ഷെ നമ്മൾ കാണൂല. പരലോകത്തത് കാണാം. അയാൾ ചെയ്ത പ്രവർത്തനം എന്താണ്, അയാൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ ഒക്കെ ഒരാളെ കാണുമ്പോൾ മനസ്സിലാവും. അതാണ് ദുനിയാവും പരലോകവും തമ്മിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇരിക്കട്ടെ, പർവ്വത സമാനമായ ഇബാദത്തുമായി വരുന്നു. അത് വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾ സ്വർഗത്തിലാണ്. ശരി, സ്വർഗത്തിലാണ്. അപ്പോൾ അള്ളാഹു അയാളെ വിചാരണ കഴിഞ്ഞിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, മലക്കുകളോട് അയാളെ സ്വർഗത്തേക്ക് പറഞ്ഞേക്കാൻ വേണ്ടി. ഇപ്പം പറയുന്ന വാക്കെന്താണെന്നറിയോ? എൻ്റെ കാരുണ്യം കൊണ്ട് നിങ്ങൾ ഇവനെ സ്വർഗത്തിൽ പറഞ്ഞേക്കുവാന്ന്. അപ്പം അയാൾക്കൊരു സംശയം, എനിക്ക് ഇത്രയും അമലുണ്ടല്ലോ, എന്നാൽ പിന്നെ എൻ്റെ അമല് കൊണ്ട് തന്നെ എനിക്ക് സ്വർഗം കിട്ടൂലേ? പിന്നെ എന്തിനാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് എന്നൊരു വാക്ക് പറഞ്ഞതെന്നൊരു സംശയം. അപ്പം ഞാൻ അത് തീർത്ത് കൊടുത്തിട്ട് ആക്കാവാക്കി. അള്ളാഹു അവൻ്റെ മലക്കളെ വിളിച്ചിട്ട് അവരെ 2 കണ്ണ്, അയാളെ 2 കണ്ണ് ഇങ്ങോട്ട് ഊരിയെടുക്കാൻ പറയും. അള്ളാഹ്ക്കൊന്നും പ്രയാസമുള്ള സംഗതിയല്ല. ആ 2 കണ്ണ് മീസാൻ്റെ ഒരു ത്രാസിൽ വെക്കുന്നു. മറ്റേ ഭാഗത്ത് ഇയാൾ ചെയ്ത പർവ്വത സമാനമായ ഇബാദത്തും വെക്കുന്നു. അങ്ങനെ തൂക്കി നോക്കുമ്പോൾ കണ്ണിനാണ് അത്രേ കനം കൂടുതൽ. ഇയാൾ ചെയ്ത ഇബാദത്തൊന്നും ഒരു മണ്ണാങ്കട്ടിയല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, പിന്നെ എന്തൊക്കെ അവയവം ബാക്കിയുണ്ട് ഇവിടെ. അപ്പം നമ്മളിഞ്ഞ് തല കുത്തി മറിഞ്ഞാൽ ഒന്നും ആവൂല. അതുകൊണ്ട് എത്രത്തോളം എനിക്കിത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നത് പരിശോധിക്കണം. ഞാൻ ഒറ്റ കാര്യം തൽസംബന്ധമായി പറയട്ടെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി, നാടും വീടും കുടുംബം വിട്ടുപോയവർ, വലിയ സമ്പത്ത് അങ്ങനെ തന്നെ മക്കയിൽ വിട്ട് ആദർശം മാത്രമായി പോയവരുണ്ട്. റബിഹ ഷുഹൈബ് മദീന പള്ളിയിൽ നിന്ന് അങ്ങേയറ്റത്ത് ഒരു മുട്ടുസൂചി പോലെ ഒരു മനുഷ്യൻ നടന്നു വരുമ്പോൾ മരുഭൂമിയിൽ അങ്ങനെയാണല്ലോ തോന്നുക. വളരെ അകലുണ്ടെങ്കിൽ ഒരു മുട്ടുസൂചിൻ്റെ വലിപ്പേ ഉണ്ടാവുള്ളൂ. അത് കണ്ടപ്പോൾ തന്നെ മദീനത്തെ പള്ളിയിൽ നിന്ന് റസൂല പറയാൻ തുടങ്ങി, റബിഹ ഷുഹൈബ് വലിയ ലാഭവുമായി വരുന്നു. പ്രവാചകന്റെ കൂടെ ഹിജറ വരാൻ സാധിച്ചില്ല.
പ്രവാചകനും സ്വഹാബും മക്കയിലെത്തിയതിൻ്റെ ശേഷമാണ് പോകുന്നത്. അപ്പോൾ ആ വരവ് ഇങ്ങനെ കണ്ടപ്പോൾ ആളല്ല പറഞ്ഞു കൊടുത്തതാ, അതാര് ഷുഹൈബ് വരുന്നുണ്ട് വലിയ ലാഭമായിട്ടാണ്. അപ്പോൾ വലിയ ലാഭമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ വലിയ കെട്ടും മാറാപ്പും സാധനമൊക്കെ ഇട്ട് വരിക എന്നാണല്ലോ നമ്മൾ വിചാരം. അപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കി. അങ്ങനെ ആ മുട്ടുസൂചി പോലുള്ള ആ രൂപം വളർന്ന് വലുതായി 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 പള്ളിക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ എന്തെത്താ കോലം നരങ്ങൾ, ഒരു പരുക്കം, ഒരു തോർത്ത്, ഒരു പുതപ്പ് 2 കഷ്ണാക്കി, ഒന്ന് ഉടുത്തിക്കണ് ഒന്ന് പുതച്ചിക്കണ്. എന്ത് ലാഭം? ഇയാളെന്താ കൊണ്ടുവന്ന് ഒരു മണ്ണാങ്കട്ടിയില്ല. എത്തിപ്പോ റസൂൽ പറഞ്ഞു രബിഹ ഷുഹൈബ്. ആരാ ഷുഹൈബ്? റൂമി. റോമിൽ നിന്ന് വന്ന് അറേബ്യയിൽ താമസമാക്കി കച്ചവടം ചെയ്ത് പൊന്ന് വിളയിച്ച ആളാണ്. കോടിക്കണക്കിന് ദിർഹം ഹിജറ പോകുമ്പം എല്ലാം ബന്ധാക്കി ഒരു വീട്ടിനുള്ളിൽ കുഴിച്ചിട്ട് പോകുമ്പം ശത്രുക്കൾ തടഞ്ഞു വെച്ചു. ഒരു കാര്യം ചെയ്യും, സമ്പത്ത് കൊണ്ടുപോകാൻ പറ്റൂല, ഒക്കെ ഈ ഞങ്ങളെ നാട്ടിൽ നിന്നുണ്ടാക്കിയതാണ്. ഞങ്ങളെ നാട് പറ്റൂലെങ്കിൽ നാട്ടിൽ നിന്നുണ്ടാക്കിയ പൈസയും പറ്റൂല, ഈ വൈക്കോ പൈസ വിടണമെന്ന് പറഞ്ഞു. ആ കോടിക്കണക്കിന് ദിർഹമാണ്ട് കൊടുത്തു. അവസാനം ഒറ്റ വാഹനം ഒട്ടകപ്പുറത്ത് ഒട്ടകവും പെടുന്ന് വാങ്ങിയതാ, അതും അടക്കട്ടെ ഇറങ്ങി വന്ന് തുണിയും കുപ്പായും കഴിച്ച്. ഇനി എന്താ ബാക്കിയുള്ളത്? ഓല കൊടുത്തൊരു പുതപ്പ് 2 കഷ്ണാക്കി, ഒന്നെടുത്ത് ഒന്ന് പുറപ്പ്. ഈ മനുഷ്യൻ വരുമ്പോൾ ആ പ്രവാചകൻ രബിഹ ഷുഹൈബ്. കോടിക്കണക്കിന് ദിർഹമും സമ്പാദ്യം മുഴുവൻ ഇട്ടെറിഞ്ഞിങ്ങോട്ട് പോകുന്ന മനുഷ്യന്മാർ. അങ്ങനെ എന്തൊക്കെ ചരിത്രം. അവരോടൊരിക്കൽ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഖാരിബു സദ്ദിദു അമലു. ഖാരിബു, ഇനിയും നിങ്ങൾ അള്ളാഹുലേക്ക് അടുക്കണം. ഇനി എവിടുക്കാ അടുക്കണം നിങ്ങൾ പറഞ്ഞേരി. നമ്മളെ കഥല്ല, ആ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് ഇനി ഏത് രൂപത്തിലാണ് അടുക്കേണ്ടത് നിങ്ങൾ പറഞ്ഞേരി. അൻസാറുകൾ വീട് 2ആക്കിയില്ലേ, ഭാര്യമാരെ 2ആക്കിയില്ലേ, കച്ചവടം 2ആക്കിയില്ലേ, കൃഷിഭൂമി പകുത്ത് നൽകിയില്ലേ, കരള് പകുത്ത് നൽകിയില്ലേ. ഇനി ഓലെന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയും? ഇറങ്ങി പോണ വീട്ടിൽ നിന്ന് ഓലെടെ താമസിക്കുക. ഈ വരുന്ന മുഹാജിറുകളെ ഓരോരുത്തർ സ്വീകരിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവരെ വീട് 2ആക്കിയില്ലേ. ഒരു വീട്ടിൽ ഒരു അന്യ കുടുംബത്തെ സഹോദരന്മാരെ എത്ര ദിവസം നമ്മൾ പൊറുപ്പിക്കും? നമ്മളൊക്കെ അങ്ങനെ ഇപ്പം നമ്മളൊക്കെ ഇരുന്ന് നാളെ പോവാ, എത്ര കാലമായി എന്നെ കണ്ടിട്ട് ഓൻ നിൽക്കൂലെന്ന് ഉറപ്പുണ്ടായിട്ടല്ലേ. ഓൻ പെണ്ണുങ്ങളെയും കുട്ടികളും വന്ന് 2 മാസം കഴിഞ്ഞ് 2 മാസമോ എത്തിയപ്പോൾ ഇങ്ങനെ എന്താ ഇപ്പം കാട്ടുക? എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഞാൻ എൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളും വന്നുങ്ങാട്ട് പോകില്ല നിൽക്കുക, എന്താ കാട്ടുക? ഈ വരുന്ന മനുഷ്യന്മാർ എന്നാണ് ഈ പുരേന്ന് പോകുകയെന്നറിയോ? ഏത് സ്വഭാവക്കാരാന്നറിയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എൻ്റെ വീട്ടിൽ 4.5 വയസ്സായ കുട്ടിയുണ്ട്. ഒരു മുഹാജിർ വന്നു, കുടുംബം ഓല കോടി 4.5 വയസ്സായ കുട്ടിയുണ്ട് നിൽക്കുക. ഈ കുട്ടികളെ കച്ചറ തീർത്താ തീരുമോ? ഞാൻ ആരെ ഭാഗത്ത് നിൽക്കും നിങ്ങൾ പറയും? അത് കേൾക്കാൻ എളുപ്പമാണ്. അൻസാർ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച കഥയെ പറഞ്ഞത്. നമ്മളെ വീട്ടിൽ ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു കുടുംബത്തെ എത്ര ദിവസം നമ്മൾ അക്കോമഡേറ്റ് ചെയ്യും? ആ വന്ന കുട്ടികളെ കൂട്ടത്തിൽ ഒരു കുട്ടിയുണ്ട് നമ്മളെ വീട്ടിൽ. ഒരു കളിപ്പാട്ടത്തിൽ 2 കുട്ടികളും കച്ചറ ഉണ്ടാവൂലേ? ഞാൻ ആരെ ഭാഗത്താ നിൽക്കുക? എൻ്റെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഓൾക്ക് എത്ര കൊടുക്കുക? ഏത് ഭാഗാ വീടിൻ്റെ ഓൾക്ക് വിട്ടുകൊടുക്കുക? ഏത് ബാത്റൂമാ ഓൾക്ക് വിട്ടുകൊടുക്കുക? ഒന്ന് പരിശോധിക്കുക. ഇതൊക്കെ ചെയ്ത മനുഷ്യന്മാരോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂൽ, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. റൂമാ കിണർ മദീനയിലെ ആകെയുള്ള ജലാശയമാണ്. ജൂതൻ്റെതാ. ജൂതനെ കൂടി ആരോ കാറ്റ് കയറ്റി അയാൾ പറഞ്ഞു, മുസ്ലിങ്ങൾ ആരും എൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കണ്ടാന്ന്. കഴിഞ്ഞു. കുടിവെള്ളം മുടങ്ങി. മദീനത്തെ പള്ളിയിൽ പ്രവാചകൻ അടിയന്തര മീറ്റിംഗ് കൂടി. റൂമാ കിണർ വാങ്ങിയിട്ട് വഖഫ് ചെയ്യുന്നവർ സ്വർഗമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എത്ര 1000 ദിർഹം കൊടുത്തിട്ടാണ് വാങ്ങിയത്. അത് വാങ്ങിയിട്ട് അതിൻ്റെ അടിയാധാരം രേഖ പ്രവാചകൻ്റെ കയ്യിലേക്ക് കൊടുത്ത് ഇത് വഖഫ് ചെയ്യുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്. ലോകത്തെല്ലാ വഖഫ് ചെയ്യുന്നവർക്കുള്ളൊരു പാടാണത്. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? പ്രവാചകരെ, ഈ കിണറിന് പൈസ കൊടുത്തത് ഞാനാണ്, പക്ഷെ അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഈ വിശ്വാസികളായ മദീനയിലെ വിശ്വാസികളായ മുസ്ലിങ്ങൾക്ക് ഞാനത് വഖഫ് ചെയ്യണം. ഇതാണ് വഖഫ് ചെയ്യുന്നതോടുകൂടി ഞാനാണ് അതിന് പൈസ മുടക്കിയത് എന്നതിൻ്റെ പേരിൽ സാധാരണ വിശ്വാസികളായ ഓരോ മുസ്ലിമിനും ഈ കിണറിലുള്ള അവകാശത്തെക്കാൾ കൂടുതൽ ഒരവകാശവും എനിക്കുൻ്റെ മക്കൾക്കോങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ്. രോമാഞ്ചനിക്കുന്നൊരു പ്രഖ്യാപനമാണത്. 20,000 ദിർഹം 1400 കൊല്ലം മുമ്പ് കൊടുത്ത് വാങ്ങിയ കിണർ.
ആ രേഖ പ്രവാചകർക്ക് കൊടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഞാനാണിതിന് പൈസ കൊടുത്തത് എന്നതിൻ്റെ പേരിൽ ആ ഉസ്മാൻ്റെ മക്കൾ വരുന്നുണ്ട്, ഓല് മുക്കിക്കോട്ടെ വെള്ളക്കാനായി, ഓല വാപ്പയുള്ള പൈസ കൊടുത്തത്, അങ്ങനെ ഒരു പരിഗണന ഇതിന് തരാൻ പാടില്ല. ആ കൊടുത്ത ഉസ്മാൻ അള്ളാഹുവിന് ഇരിക്കുന്ന സദസ്സിനോടാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. തബൂക്ക് യുദ്ധം വന്നു, 5 പൈസല്ല കയ്യിൽ. പരമാവധി യുദ്ധ ഫണ്ടിലേക്ക് പ്രവാചകൻ സംഭാവന ആവശ്യപ്പെട്ടു. ഇതേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ്റെ കയ്യിൽ പണക്കിഴി വെച്ച് കൊടുത്തു. റസൂൽ എണ്ണി നോക്കുമ്പോൾ 1000 ദിനാർ ഉണ്ടായിരുന്നു. പടച്ചോൻ സാക്ഷി, ഒരു ദിനാർ ഇന്ത്യൻ്റെ എത്ര റുപ്യെന്ന് ഇപ്പോഴും എനിക്കറിയില്ല, അറിയണോല് ഈ സദസ്സിലുണ്ടാവും. ഒരു ദിനാർ 1000 ദിനാർ 1400 കൊല്ലം മുമ്പ് യുദ്ധ ഫണ്ടിലേക്ക് പ്രവാചകൻ്റെ കണ്ണും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. മാബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോപ്പാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ആ സ്ഥലത്തിരുന്ന് 2 കൈയും അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രവാചകൻ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ റളഅൻ ഉസ്മാൻ ഫഇന്നി അൻഹു റാളീൻ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തൻ്റെ അൽ ബിദായത്തു വന്നിഹായ എന്ന ചരിത്ര പുസ്തകത്തിൽ ഈ ചരിത്രം ഹൃദയസ്പർക്കായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, നീ ഉസ്മാനിൽ സംതൃപ്തനാവണം പടച്ചോനെ, ഞാൻ അദ്ദേഹത്തെ സംതൃപ്തനാണ്, ഇത്ര വലിയൊരു സംഖ്യ തരാൻ അയാൾക്കല്ലാതെ ആർക്കൊക്കെ സാധിക്കുക എന്ന് പ്രവാചകൻ പറഞ്ഞ ഉസ്മാൻ അള്ളാഹുവിന് ഇരിക്കുന്ന സദസ്സിനോടാണ് പ്രവാചകൻ പറയുന്നത്, ഖാരിബു, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, ഉഹദ് യുദ്ധം മുസ്ലിങ്ങൾക്ക് വലിയ പരാജയം ഉണ്ടായ യുദ്ധമാണ്. 70ഓളം യോദ്ധാക്കൾ, സ്വഹാബികൾ ബലിയാടുകളാക്കപ്പെട്ട, രക്തസാക്ഷിയാക്കപ്പെട്ട, ഷഹീദാക്കപ്പെട്ട യുദ്ധമാണ് ഉഹദ് യുദ്ധം. പ്രവാചകൻ വഫാത്തായി എന്ന കിംവദന്തി കാട്ടുതീ പോലെ മദീനയിൽ പരന്നു. വീടുകളിൽ അതങ്ങി ഒതുങ്ങി കഴിഞ്ഞ സ്ത്രീകൾ പുറത്തിറങ്ങി വാവിട്ട് കരഞ്ഞു. പ്രവാചകനെ കൊല്ലക്ക് കൊടുത്ത നമ്മളെ ഭർത്താക്കന്മാരെ ശപിച്ചു. അവർ കിട്ടുന്ന വെള്ളവും മരുന്നുമായി യുദ്ധക്കളത്തിലേക്ക് ഓടിന ഓട്ടത്തിൽ ഒരു പെണ്ണ് എടുത്തത് വാളാണ്. എല്ലാ സ്ത്രീകളും എടുത്തത് വെള്ളമോ മരുന്നോ അതൊക്കെയാണ് യുദ്ധക്കളത്തേക്ക് ആവശ്യം ഉണ്ടാകുക. ഓടുകയാണ്. പ്രവാചകൻ വഫാത്തായി പോയി എന്ന് കേട്ടിട്ടായി ഓടുന്നത്. യുദ്ധക്കളത്തിലെത്തി പ്രവാചകൻ യുദ്ധമൊക്കെ കഴിഞ്ഞു മദീനയിലെത്തി യുദ്ധത്തിൻ്റെ അവലോകനം നടത്തി. അപ്പം ഗദ്ഗദത്തോടുകൂടി പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, 13 പുരുഷന്മാരല്ലാത്ത എല്ലാ പുരുഷന്മാരും എന്നെ വിട്ട് ഓടിപ്പോയപ്പോൾ മൽത്തഫത്തു യമീനം വഷിമാലൻ, ഞാൻ വലത്തോട്ടും ഇടത്തോട്ടും തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ നേരെ വരുന്ന കൂരമ്പുകൾ തൻ്റെ മാറോട് ഏറ്റെടുക്കാൻ ഓടി നടക്കുന്ന ഉമ്മു അമ്മാറെയാണ് ഞാൻ കണ്ടത്. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹയാണ് വാളുമായി യുദ്ധക്കളത്തിലേക്ക് പോയത്. യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി പരിശോധിച്ചപ്പോൾ 80-ലധികം മുറിവുകൾ അവരുടെ മാറിൽ മാത്രമുണ്ടായിരുന്നു. ഒരു പെണ്ണാണ്. ആ പെണ്ണിരിക്കുന്ന സദസ്സിനോടുകൂടിയാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ ഇനിയും അള്ളാഹുലേക്ക് അടുക്കണം. അപ്പം നമ്മളോട് എങ്ങനെ പറയണം? എന്താ കാരണം എന്നറിയോ? ലയ്യഞ്ചു അഹദും മിൻകും ബി അമലിഹി, നിങ്ങളിൽ ഒരാളും സ്വന്തം പ്രവർത്തനത്തിൻ്റെ പവർ കൊണ്ടും മാത്രം രക്ഷപ്പെടൂല. സ്വർഗം എന്ന് പറഞ്ഞാൽ അതാ. ഇനി നമ്മൾ സ്വന്തം പ്രവർത്തനം രക്ഷപ്പെടുക പിന്നെ എന്താ ചെയ്യുക? ജനങ്ങളിങ്ങനെ തളർന്നിരുന്ന് പോയി പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഒരാൾ സർവശക്തിയും സംഭരിച്ച് പ്രവാചകൻ ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാ, നിങ്ങളും നിങ്ങളുടെ സ്വന്തം അമൽ കൊണ്ട് സ്വർഗത്ത് പോകൂല. പിന്നെ ഇല്ല അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫദ്ലിൻ, അള്ളാഹു അവൻ്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ. അല്ല, നമ്മളാരും ചെയ്ത അമലിൻ്റെ കൂലിയായിട്ട് സ്വർഗം വാങ്ങിക്കണം എന്ന് ആരും വിചാരിക്കണ്ട. അള്ളാഹ്ക്ക് നമ്മളോടൊരു കാരുണ്യം തോന്നണം, അള്ളാഹുവിൻ്റെ ഔദാര്യം കിട്ടണം. അതാണ് നമ്മൾ ചോദിച്ചും പ്രവർത്തിച്ചും അതിനാണ് സുന്നത്തിന് ഫർദിൻ്റെ കൂലി വെച്ചതിൻ്റെ ആ സുന്നത്ത് ചെയ്ത് അള്ളാഹ്ക്ക് നമ്മളോടൊരു സ്നേഹം വരണം. 10 ആവശ്യമുണ്ട് സഹോദരന്മാരെ. ഒരു പക്ഷേ അടുത്ത ഈ ഞായറാഴ്ച അവസാനത്തെ നോമ്പാവാൻ സാധ്യതയുണ്ട്. അന്ന് മാസം കാണാൻ സാധ്യതയുള്ള അവസ്ഥ. എങ്കിൽ അടുത്ത ഞായറാഴ്ച വരെ മാത്രം നമുക്ക് അവധിയുള്ളത്. ഇനി മാക്സിമം കിട്ടിയ ഒരു ദിവസം അധികം കിട്ടും, അത്രേ ഉള്ളൂ. അത് കൂട്ടിക്കോളി, നിങ്ങൾ ഞായറാഴ്ച കൂട്ടിക്കോളി. 10 ആവശ്യമുണ്ട്. ഇത് നേടാതെ റമളാൻ കഴിഞ്ഞു പോകാൻ പാടില്ല. പോയാൽ നമ്മളെ കാത എടുക്കാണ്ടാവില്ല. സാധാരണ നമ്മളെ പണ്ഡിതന്മാർ വെള്ളിയാഴ്ച അവസാനത്തെ വെള്ളിയാഴ്ച പറയുന്നൊരു ഹദീസ് ഞാൻ റമളാൻ്റെ 2 ആഴ്ച മുമ്പ് പറഞ്ഞു. പ്രവാചകൻ മിമ്പർമേൽക്ക് ഇങ്ങനെ കയറുമ്പോൾ ആമീൻ പറഞ്ഞ സംഭവം റമളാൻ കഴിഞ്ഞിട്ടല്ല പറയേണ്ടി, റമളാൻ്റെ മുമ്പാ പറയേണ്ടത്. ആമീൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ദുആ കേൾക്കണില്ല. സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാവുമല്ലോ. പ്രവാചകൻ മിമ്പർമേൽക്ക് കയറുമ്പോൾ ആമീൻ എന്ന് പറയുന്നത് ദുആ കേൾക്കണ്ടേ? അത് നിങ്ങൾക്കറിയില്ല. ഈ ചമ്പത്തുള്ളൂ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പ്രവാചകൻ പറഞ്ഞെന്താ, ഞാൻ എൻ്റെ വലത് കാല് മിമ്പറിലേക്ക് വെച്ചപ്പോൾ
അത്താനി ജിബ്രീൽ, എൻ്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, പ്രാർത്ഥിച്ചു. എന്താണ്? ഒരു മനുഷ്യന് റമളാൻ മാസം ജീവിച്ചിരിക്കാനും നോമ്പ് നോൽക്കാനുള്ള ആരോഗ്യം അതൊക്കെ ഉപയോഗപ്പെടുത്താനുള്ള ചുറ്റുപാടൊക്കെ കൊടുത്തു. അയാൾക്ക് സാധാരണത്തിന് കുറച്ചൊക്കെ എന്തൊക്കെ ചെയ്തു എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാതെ മാസാണ്ട് കഴിഞ്ഞു പോയി. ഓനക്ക് നരകമോചനം നേടാനോ സ്വർഗപ്രവേശനം നേടാനോ പാപങ്ങൾ കരിച്ചു കളയാനൊന്നും സാധിച്ചില്ലെങ്കിൽ അബ്അദഹുല്ലാ എന്നാ ആ വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അബ്അദഹുല്ലാ, അള്ളാഹു അവനെ സ്വർഗത്തിൽ നിന്ന് കാലാകാലം അകറ്റിക്കളയട്ടെ എന്ന് പ്രാർത്ഥിച്ചത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആമീൻ പറഞ്ഞതോ നമ്മളെ നേതാവുമാണ്. ആ പ്രാർത്ഥനയെ പറ്റി നമ്മൾ പറയേണ്ടതില്ലല്ലോ, എന്നെ സ്വീകരിക്കുമല്ലേ എന്നുള്ള സംശയമില്ലല്ലോ. എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിൻ്റെ അകത്താണോ പുറത്താണോ തീരുമാനിക്കാൻ ഈ കേവലം ഒരാഴ്ചയുള്ളത്. അതിൻ്റെ ഗൗരവം നമ്മൾ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവസാനത്തെ 10 പള്ളിയിൽ തന്നെ ഇരുന്ന് പടച്ചോനെ കിട്ടിയിട്ടേ പോകുള്ളൂ, സ്വർഗം കിട്ടിയിട്ടേ പോവുള്ളൂ, ലൈലത്തുൽ ഖദ്ർ കിട്ടിയില്ല നമ്മളെ കാര്യം എടുക്കാണ്ടാവില്ല. 10 കാര്യങ്ങൾ. ഒന്ന്, ഈമാൻ കിട്ടി മരിക്കണം. സഹോദരന്മാരെ, ICUവിൽ കിടന്ന് മരിക്കാൻ പൈസ ഉണ്ടായാൽ മതി, വെന്റിലേറ്ററിൽ കിടക്കാൻ പൈസ ഉണ്ടായാൽ മതി, ശ്വാസ തടസ്സത്തിന് ശ്വാസം കിട്ടാൻ കൃത്രിമ ശ്വാസോച്ഛ്വാസം കിട്ടാൻ പൈസ ഉണ്ടായാൽ മതി. ഈമാൻ കിട്ടാൻ പൈസ ഉണ്ടായാൽ കിട്ടൂല. അത് മിംസ് കിടന്നാൽ കിട്ടൂല, അത് മൈത്ര കിടന്നാൽ കിട്ടൂല. അത് നമുക്ക് കിട്ടണമെങ്കിൽ അള്ളാഹ് അങ്ങോട്ട് തരുക തന്നെ വേണം. തരണമെങ്കിൽ നമുക്ക് തരാൻ തോന്നണമെങ്കിൽ അള്ളാഹു നമ്മൾ സ്നേഹിക്കണം. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് സുന്നത്തായ പുണ്യകർമ്മങ്ങൾ ചെയ്ത് അള്ളാഹ്ക്ക് നമ്മളോടൊരു ഇഷ്ടം വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, പടച്ചോനെ ഞാൻ നിൻ്റെ ഇഷ്ടം ചോദിക്കുകയാണ്. ഹുബ്ബ മൻ യുഹിബ്ബുക, നീ ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ സ്നേഹവും എനിക്ക് കിട്ടണം. ഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക്, നിൻ്റെ ഇഷ്ടം കിട്ടാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണോ ചെയ്യേണ്ടത് അതിനോടെനിക്ക് ഇഷ്ടം വേണം. നമുക്കതിനോട് വെറുപ്പാ. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതിനോട് നമുക്ക് വെറുപ്പ്, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തതിനോട് നമുക്ക് സ്നേഹം. പരിശോധിച്ച് നോക്കി നിങ്ങൾ. മുസാബ് എടുത്ത് ഉറങ്ങി, ഇപ്പോൾ 100 സ്കെച്ച് ഓരോരുത്തർ ബാറിലായിട്ട് എടുക്കുന്നതാണ്. എടുത്തിട്ട് പാൻ്റെ ചോട്ടിലാടെ ഇരിക്കും. 3-4 പേജ് കഴിയുമ്പോഴത്തേന് 5-8 ആവി ഇടും. പിന്നെ ഓൻ്റെ കയ്യിൽ നിന്ന് ആ സാധനം താഴെ പോകും. എൻ്റെ ആടെ ഒരു മുസാബ് ഉണ്ട്, 4 ആൾക്ക് ഉറങ്ങാനത് മതി. ഞാൻ ഉറങ്ങി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓളെ വിളിച്ചെടുത്ത് ഓതാൻ വേണ്ടി ഓളം ഉറങ്ങി, മക്കളും ഉറങ്ങി. ഒറ്റ അനസ്തേഷ്യ കൊടുത്ത മാതിരി. മൊബൈൽ കൊടുത്താലോ ഉറക്കം പോയി. എന്താ കാരണം? ഒന്ന് നിർവഹിക്കുകയാണ്, മറ്റൊന്ന് ആസ്വദിക്കുകയാണ്. സഹോദരന്മാരെ, എനിക്ക് ദയവ് ചെയ്തിട്ട് എനിക്ക് ഇങ്ങളോട് പറയുന്നത്, ഒരിക്കലും നമസ്കാരമോ നോമ്പോ ഖുർആനോത്തോ നിർവഹിക്കരുത്, ആസ്വദിക്കണം. ആസ്വാദനത്തിലേക്ക് എത്തണമെങ്കിൽ ഇത് ചെയ്താൽ എനിക്കെന്താ കിട്ടുക എന്നറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കാൻ പറയല എങ്ങനെ? ഇപ്പം ളുഹ്ർ ബാങ്ക് കൊടുക്കാനായി നിൽക്കുക. ബാങ്ക് വിളിക്ക് ബിലാലെ, അതാണ് കഴിഞ്ഞാൽ പോയി ചോറുന്നാലോ എന്നാ പറയാ? അല്ലല്ലോ. ബിലാലെ ബാങ്ക് വിളിക്ക്. കാരണം എന്താ പറയുക? നേരം വൈകി 5-8 ഭാര്യമാരുള്ളത് ഉള്ള ഏറ്റവും ഇന്ന് പോവും. ആ സമയത്തിന് എത്താഞ്ഞാൽ അങ്ങനെയെങ്കിൽ എൻ്റെ മാതിരിയല്ല, എനിക്ക് 1 എനിക്ക് 9 ഉണ്ട്, ഇങ്ങനെ പറയല്? അല്ലല്ലോ. പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേട്ടണോ? അരിഹിനായ ബിലാൽ, ബിലാലെ ഞങ്ങളെ മനസ്സിന് കുളിർമ കൊണ്ടാന്ന ബാങ്ക് കൊടുക്കുന്നല്ല പറയാ. മനസ്സിന് കുളിർമ കൊണ്ടാന്നാ പറയാ, ആസ്വദിക്കാൻ. ഖുർറത്തു ഐനി ഫിസ്വലാ, നമസ്കാരത്തിലാണ് എൻ്റെ കണ്ണ് കുളിർമയാകും. നമ്മളെ കണ്ണ് എന്തിനാപ്പം ഞാനത് പറഞ്ഞു? നമ്മളൊക്കെ ഒന്നുണ്ട് ആ വിഷയത്തിൽ, വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ കഴിഞ്ഞ റമളാൻ്റെ മുമ്പ് ഒരു അഹ്ലൻ റമളാൻ പരിപാടിക്ക് ഇതുപോലെ ഒരു ഓഡിറ്റോറിയത്തിലാണ്. പള്ളിയിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഓഡിറ്റോറിയത്തിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഒരു പള്ളിയിൽ നിന്ന് തന്നെ, പള്ളീൻ്റെ നേരെ മുകളിൽ മഗ്‌രിബ് നിസ്കരിച്ചാണ്ട് കയറിയതാ. പള്ളി ഫുള്ളാണ് ആളൊക്കെ ഫുള്ളായി. എന്നാൽ തുടങ്ങുക. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, നിങ്ങളൊക്കെ മഗ്‌രിബ് നിസ്കരിച്ചോ? നമ്മളെല്ലാം ഇപ്പോൾ താഴത്തുനിന്ന് കണ്ടത് എത്തപ്പോൾ ഇയാൾ വർത്താനം പറഞ്ഞു. നമ്മളിപ്പോൾ നിങ്ങളൊക്കെ നിസ്കരിച്ചില്ല. ശരി, ഈ മഗ്‌രിബ് നിസ്കാരത്തിൽ ഇമാം ഏതാ സൂറത്ത് ഓതിയത്? അതിപ്പോൾ ഏതേനി? ഓതിയാണോ? അതാക്കണ്ട് ഒരുത്തം പറയാ ഇവിടെ നാട് കയറിയില്ല. അപ്പം നിസ്കാരത്തിൽ ഓന ഇടയിനി ഓൻ നിസ്കാരത്തിൻ്റെ കഥ എന്താ? ഇപ്പം 5 മിനിറ്റ് മുമ്പ് നിസ്കരിച്ച മഗ്‌രിബ് നിസ്കാരത്തിൽ ഏത് സൂറത്താ ഓതിയെന്ന് ചോദിച്ചാൽ പെണ്ണുങ്ങൾ എൻ്റെ അടുത്ത് അല്ലാത്തതുകൊണ്ട് കഴിച്ചിട്ടായി. ആണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിയപ്പോൾ പണ്ട് ഇതെത്തപ്പിൻ്റെ അതാണ്. മിമ്പർമെന്ന് ഒരുത്തൻ കുത്തു പറയും, അവൻ്റെ നോട്ട് മാറിപ്പോയി, ആരും കണ്ടില്ല. ഒരു കടലാസ് എഴുതിയൊക്കെയല്ലോ ഇവിടെ. കാല റസൂലുള്ളാഹി, ബാക്കി വരാൻ കിട്ടണ്ടേ?
അപ്പോൾ ഒരാൾ പറയുന്നത് ആ റസൂല പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഓൻ്റെ വാപ്പ പറഞ്ഞു പറയാ കണ്ടില്ല, ഒന്നല്ല നോക്കണേ ഞാൻ കണ്ടിണ്, ആർക്കും നിച്ചല്ല എന്നതിൻ്റെ അർത്ഥം. അപ്പം ഇതാണ് നമ്മളെ ശ്രദ്ധ, ഇതാണ് നമ്മുടെ ഇബാദത്തിൻ്റെ അവസ്ഥ. ഞാൻ സൂചിപ്പിച്ചത് ഇത്രേ ഉള്ളൂ. ഈ അള്ളാഹിൻ്റെ അടുക്കൽ ഇബാദത്ത് ആസ്വദിക്കണം. അതുകൊണ്ടാണ് കാൽ നീതി കെട്ട് റസൂൽ അറിഞ്ഞിട്ടാണ് ആസ്വദിച്ചതാ. കണ്ടില്ല, ട്രെയിൻ തട്ടി മരിച്ചു. ആര്? മുസാബ് ഓതിട്ടോ മൊബൈലിൽ സംസാരിച്ചിട്ടോ? മൊബൈലിൽ സംസാരിക്കുന്ന മനുഷ്യനെ ട്രെയിൻ തട്ടി. ട്രെയിൻ എത്ര വലുപ്പമുണ്ട് നിങ്ങൾ ഏയാതി ഒച്ച ഉണ്ടാവും. എന്തേ അറിയാഞ്ഞത്? ആസ്വദിച്ചതാ. ഈ ആസ്വാദന നിസ്കാരത്തിനുണ്ടോ? ഖുർആനോത്തിനുണ്ടോ? എഴുത്തിക്കാഫിനുണ്ടോ? നോമ്പിനുണ്ട്? ഏതിനാള് പരിശീലിക്കും? അതുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസ്വദിച്ചു എല്ലാ ഇബാദത്തും. അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ പോയിട്ടേ സൂറത്തു തൗബ 111, 112, 111 ആയത്തിൽ പറഞ്ഞത് ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബി അന്ന ലഹുമുൽ ജന്ന. അള്ളാഹു സത്യവിശ്വാസിൽ നിന്ന് സമ്പത്തും ശരീരവും ഇങ്ങോട്ട് വാങ്ങുന്നു, സ്വർഗം അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നു. ഇതാണ് 111. അങ്ങനെ സമ്പത്തും ശരീരവും കൊടുത്ത് സ്വർഗം ഇങ്ങോട്ട് വാങ്ങിയ മനുഷ്യന്മാരുടെ അടയാളം എന്തൊക്കെയാണ്? അതാണ് 112. അത്താഇബൂന, അവർ പശ്ചാത്തപിക്കുന്നവരാണ്. അൽ ആബിദൂന, ധാരാളം ഇബാദത്ത് ചെയ്യുന്നവരാണ്. അൽ ഹാമിദൂന, അള്ളാഹനെ അങ്ങേയറ്റം സ്തുതിക്കുന്നവരാണ്. അസ്സായിഹൂൻ, അമാനുവിന് ഖുർആൻ പരിഭാഷയുണ്ട്. അസ്സായിഹൂൻ എന്ന വാക്കിന് അദ്ദേഹം കൊടുത്ത അർത്ഥം നോമ്പ് നോൽക്കുന്നവർ എന്നാണ്. സത്യത്തിൽ അതിൻ്റെ അർത്ഥം എന്താ? സിയാഹത്ത് എന്ന അറബി ഭാഷക്ക് ടൂറിസം എന്നാണ് പേര്. അപ്പോൾ സാഹിബ് എന്ന് പറഞ്ഞാൽ ടൂറ് പോകുന്നവർ എന്നാ. ടൂറ് പോകാൻ തന്നെ എന്തൊരു ആവേശം. നമ്മളെ മക്കൾ, ചെറിയ മക്കളുണ്ടല്ലോ ഇവിടെ, ഓൾക്ക് നാളെ സ്കൂളിൽ ടൂറാണ് എന്നായിട്ടുള്ള ഉറങ്ങുമോ? ആ ബാഗ് ആട്ട് വെച്ച് അവൻ നിർത്തി ഇങ്ങോട്ട് വെച്ച് പിന്നെ ഒന്ന് തുറന്നു നോക്കി മറ്റേ ഉണ്ടോന്ന് ഉറപ്പ് വരുത്തി നേരം എടുത്ത് കിട്ടാം. ടൂറാണ് അല്ലേ? നോമ്പ് നമുക്ക് ടൂറായി തോന്നിനോ? എന്തേ തോന്നാ? നീ നിർവഹിക്കുകയാണ്. റസൂൽ ഖുർആൻ നോമ്പിനെ പറ്റി മാത്രം അത് പറഞ്ഞത്. അസാ റബ്ബുഹു ഇൻ ത്വല്ലഖകുന്ന അൻ യുബ്ദിലഹു അസ്വാജൻ ഖൈറാ. പ്രവാചകരെ, നിങ്ങളെ ഭാര്യമാരൊക്കെ നിങ്ങളെ തലാക്ക് ചൊല്ലി പോയാലുവേ ഇതിനേക്കാൾ നല്ല പെണ്ണുങ്ങൾ അള്ളാഹ് നിങ്ങൾക്ക് തരുട്ടോ. ഏതാ നല്ല പെണ്ണുങ്ങൾ? മുസ്ലിമാത്തിൻ, മുഅ്മിനാത്തിൻ, ഖാനിതാത്തിൻ, തായിബാത്തിൻ, ആബിദാത്തിൻ, സായിഹാത്തിൻ. അടാ, നോമ്പ് നോൽക്കുന്നവരെ പറ്റി പറഞ്ഞപ്പോൾ ടൂറ് പോകുന്ന പെണ്ണുങ്ങൾ എന്നാ. ടൂർ പോകുന്ന പെണ്ണുങ്ങൾ എന്നതിൻ്റെ അർത്ഥം നോമ്പ് നോൽക്കുന്ന. നോമ്പ് എന്താ? അള്ളാഹുവിലേക്കൊരു ടൂറാണ്, സ്വർഗത്തിലേക്കൊരു ടൂറാണ് സത്യത്തിൽ. അങ്ങനെ ആസ്വദിക്കാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ടോ? പരിശോധിച്ച് നോക്കി. അപ്പോൾ ഇബാദത്ത് നിർവഹിക്കല്ല വേണ്ടത്, ആസ്വദിക്കുക. അതിനെന്താ വേണ്ടതെന്ന് അറിയോ? ഞാനൊരു കൈയെട്ടുമ്പോൾ എന്തിനാ നിസ്കരിക്കണേ? നിസ്കരിക്കല്ല. അപ്പം എന്താ കാട്ടുക? എല്ലാവരും പള്ളിയിൽ പോലും ഞാൻ അവിടെ ഒത്തിരിക്കാൻ പറ്റുമോ? ഇതാ ഞാൻ വയല് അറിയാൻ പോണ ഒരാളല്ല. ഞാൻ ഇപ്പം സുബീക്കല്ല, മനുഷ്യന്മാർ പറയില്ലേ? അതാ അല്ല. നമസ്കരിക്കാൻ കൈ കെട്ടുമ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ റസൂലുള്ള പറഞ്ഞു, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ വഇൻ കാന മുഅ്മിന, അയാൾ മുഅ്മിനാണെങ്കിൽ അയാളെ ഖബറിലേക്ക് വെക്കുമ്പം കാനത്തി സ്വലാത്തു ഇൻദ റഅ്സിഹി, അവൻ്റെ നമസ്കാരം, ഫർദ് നിസ്കാരം അവൻ്റെ തലയുടെ ഭാഗത്ത് വന്ന് നിൽക്കും. ഇതിനാണെന്നറിയോ? ഖബർ ശിക്ഷ വരുമ്പോൾ തടുക്കാൻ. നമ്മൾ കാണൂല. അതിനുള്ള പവർ അതിലില്ലെങ്കിലോ അതിനുള്ള ഖബർ ശിക്ഷ വരും. അപ്പോൾ കൈയെട്ടുമ്പോൾ പടച്ചോനെ എൻ്റെ 3 കെട്ടും കെട്ടി അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ റബ്ബേ എൻ്റെ തലഭാഗത്തൂടെ ഖബർ ശിക്ഷ വരെ തടുക്കാനുള്ള പവർ ഈ നിസ്കാരത്തിന് ഉണ്ടാവണേ റബ്ബേ. ആ കോലത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ ഇതിൻ്റെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചും ഭക്തിയോടെ നിർവഹിക്കാൻ അങ്ങനെ ഖബറിൽ വെക്കാൻ പാടൊക്കെയുള്ള. അതിപ്പോൾ ഖബറിൽ വെക്കൽ ഇപ്പോൾ മരിച്ചിട്ടല്ലേ? റസൂലുള്ള നിസ്കരിക്കുന്നതിന് മുമ്പ് എന്താ പറയുന്നത്? ഇമാം വെക്കുന്നതിന് മുമ്പ്, കയ്യെട്ടതിന് മുമ്പ് പ്രവാചകൻ തന്നെ തുടർന്ന് നിസ്കരിക്കാൻ വന്നവരോട് 3 കാര്യം പറയും. 1, ഇസ്തവു സുഫൂഫക്കും, സഫ് ശരിയാക്കണം. 2, ഫഇന്ന തസ്ഫിയത്തു സഫി മിൻ തമാമി സലാ, സഫ് ശരിയാക്കുക എന്നത് നമസ്കാരത്തിൻ്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. 3-മത്തെ എന്താ അറിയോ? സല്ലൂക സ്വലാത്തി മുവദ്ദിഇൻ, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണ് കേട്ടോ. നിന്ന് നിസ്കരിച്ചാൽ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ തലഭാഗത്ത് വരാനുള്ളതാണ്. അടുത്ത വക്ത എനിക്കില്ലത് ലാസ്റ്റ് നിസ്കാരമാണ്. അപ്പോൾ കൈയെട്ടുമ്പോൾ എത്ര ശ്രദ്ധ ഉണ്ടാവും നമ്മളെ നിസ്കാരത്തിന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ ഒരു പെണ്ണ് ഇമാം എന്ന് 2 ആൾ മൗമൂം നിസ്കാരം തുടങ്ങി. അല്ലാഹു അക്ബർ. കൈയെട്ടിയപ്പോഴാണ് ബാക്ക് നിൽക്കുന്നവർക്ക് തോന്നിയത് വാതിൽ അടച്ചിനോ. അപ്പോൾ എടുത്തിക്കണോട് മെല്ലെ ഈ വാതിൽ അടച്ചിനോ, മറ്റോ മുണ്ടല്ലടി നിസ്കാരത്തിന് പോലെ 2 ആളത് പോയില്ലേ.
അപ്പം ഇമാമ് പറഞ്ഞു അതാ ഞാനവും ഉണ്ടാത്തത്, അവൻ കഴിഞ്ഞു. ഇത് നമ്മളെ നിസ്കാരം നടക്കും. അത്തഹിയാത്ത് ഓനെ വേറെ എവിടോ ഉണ്ടാവും. ഇത് തലഭാഗത്ത് വന്നിന്നാ എന്താ കഥ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം എന്ത് വേണം? എൻ്റെ തലഭാഗത്തൂടെ ഖബർ ശിക്ഷ വരുമ്പോൾ തടുക്കാൻ ഈ ഇബാദത്തെ ഉണ്ടാവുള്ളൂ. അപ്പം അത്ര താല്പര്യത്തിനും ശ്രദ്ധയിലും വേണം. സക്കാത്ത് വലത് ഭാഗത്ത് വന്ന് നിൽക്കാതെ കൊടുക്കണ്ടേ? ഇപ്പം ഏതോ ഒരു ഹുദവിയുടെ ഒരു വൈറലായി നടക്കുന്നുണ്ട്. എത്ര 300-400 പവ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്കൊന്ന് ധരിച്ചാൽ മതി. ധരിക്കണ ആഭരണത്തിന് സക്കാത്തില്ല, അല്ലേ തന്നെ അത് കൊടുക്കില്ല. മോങ്ങാൻ നിൽക്കണ നായിൻ്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞു. എത്രയോ പെണ്ണുങ്ങൾ എന്നെ വിളിച്ച മുജാഹിദുകൾ, അല്ല മൗലവി നിങ്ങളെന്ത് വർത്താനാ പറഞ്ഞു, ഇപ്പം എന്താ ചെയ്യുക? കൊടുക്കാതൊക്കെ എന്താ മാർഗം എന്നാണല്ലോ മനുഷ്യനാലൊക്കെ. AP അബ്ദുൽ ഖാദർ മൗലവി പണ്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ വളരെ കൊല്ലങ്ങൾക്ക്, ഞാൻ മുജാഹിദ് തന്നെയല്ല, സക്കാത്തിനെ പറ്റിയൊരു ക്ലാസ് വെച്ചു. AP വന്ന് അലി അബ്ദുൾ റസാഖ് മദനിയുണ്ട്. എന്താ പറയുക, ടൗൺ ഹാളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ്. അപ്പോൾ AP വളരെ രസികനാണല്ലോ. അലി അബ്ദുൾ റസാഖിനോട് ചോദിച്ചത്ര എങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവരൊക്കെ കൊടുക്കാൻ വന്നാണ്, എങ്ങനെ കൊടുക്കാക്കാൻ കഴിയാന്ന്? അത് സത്യമാണ്. എല്ലാ കൊല്ലം ഒരു പെണ്ണിനെ വിളിക്കും. ഇക്കൊല്ലം എന്താ വെച്ചാൽ വിളിച്ച് എന്താ വരാത്തത് എനിക്കറിയില്ല. എല്ലാ മൗലവി 15 പവൻ ഉണ്ടെങ്കിൽ 10.5 പവൻ കഴിഞ്ഞ് ബാക്കിയുള്ളതിന് കൊടുത്ത എല്ലാ കൊല്ലവും. കഴിഞ്ഞ കൊല്ലം ഞാൻ മനസ്സിൽ കൊടുക്കേണ്ട, എന്തിനപ്പം ഇങ്ങനെ കൊടുക്കണം? അപ്പം പിന്നെ എന്നെ വിളിക്കും. അത് സംശയം തീരുന്നില്ല. തറാവിൻ്റെ റക്കാത്ത് പോലെ എപ്പോഴും ചർച്ച തീർന്നില്ലല്ലോ. അത് ഇനി വീട്ടിൽ നിന്നാണോ അല്ലെങ്കിൽ തറാവ് ഇങ്ങനെ കണക്ക് തന്നെയല്ലേ? ഇതേപോലെ. അപ്പം എൻ്റെ വലത് ഭാഗത്ത് ഖബർ ശിക്ഷ വരാതെ കാക്കൽ സക്കാത്താണ്. ഇടത് ഭാഗത്താണ് നോമ്പ്. അതിന് പറ്റിയ നോമ്പാവണം. വസാഇറുൽ അഅ്മാൽ, മറ്റെല്ലാ അമലുകളും. സുന്നത്ത് നിസ്കാരം വേണം, ഉംറ വേണം, ഹജ്ജ് വേണം, കുടുംബം ചേർക്കണം, ഖുർആൻ ഓതണം, സദഖ കൊടുക്കണം, ഇത്തിക്കാഫ് ഇരിക്കണം, ദീനീ പ്രവർത്തനം. ഇത് കാലിൻ്റെ ഭാഗത്ത് വന്ന് നിൽക്കും. എന്തിന്? ആ ഭാഗത്തൂടെ ഖബർ ശിക്ഷ വന്നാൽ നിസ്കാരത്തിന് എടുക്കാൻ അവകാശമില്ല, നോമ്പിന് എടുക്കാൻ അവകാശമില്ല, സക്കാത്തിന് എടുക്കാൻ അവകാശമില്ല. അപ്പം ഈ ഇബാദത്തൊക്കെ എന്തിനാ ചെയ്യണമെന്നുള്ള ബോധം വേണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമത്തത് ഈ ഇബാദത്തിൻ്റെ ഖനം. 10 മിനിറ്റ്. ഇബാദത്തിൻ്റെ ഖനം, അതിനാണല്ലോ തൂക്കണത്. ഒരു സാധനം തൂക്കണത് ഖനത്ര നോക്കാനല്ലേ? നമ്മളെ ഇബാദത്തിന് ഖനം ഉണ്ടാവില്ലേ? എന്താ ഖനം എന്ന് പറഞ്ഞ ഉദ്ദേശം? നമ്മൾ ഏത് പ്രതിസന്ധിയിലെത്തിയാലും നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ അല്ലെ രക്ഷപ്പെടുത്താനുള്ള പവർ നമ്മളെ ഇബാദത്തിനുണ്ടോ അല്ലേ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തിന്. നിങ്ങളൊക്കെ കേട്ട ചരിത്രം കേട്ടോ. ആ രൂപത്തിൽ കേട്ടിട്ടുണ്ടാവില്ല എന്നത്രോ. ഇപ്പോൾ ഒരു 3 ആളുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വ്യത്യസ്ത ദിക്കിലേക്ക് യാത്ര പോയി. അവർ രാത്രി ഒരു സ്ഥലത്ത് അവിചാരിതമായി കണ്ടുമുട്ടി. അവരെല്ലാവരും കൂടി നമുക്കൊരു ഗുഹയിൽ താമസിക്കാം, ഒരു ഗുഹയിൽ കയറിയിട്ട് അന്നൊക്കെ അങ്ങനെ സൗകര്യമുള്ളൂ, ലോഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ അവിടെ സമാധാനമായിട്ട് കടന്നു. പിറ്റേന്ന് നേരം വെളുത്ത് നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഗുഹാമുഖം ഒരു കല്ല് വന്ന് അടഞ്ഞു പോയി. നിങ്ങൾ കേട്ടാണല്ലോ. അവരെന്താ തീരുമാനിച്ചത്? ബദരീങ്ങളെ വിളിക്കാനാ? അല്ല, പടച്ചവനോട് ദ്വാരക്കുക. എങ്ങനെ? ഒരു ഏതുമാണല്ലോ. പിന്നെ നിങ്ങളെ വീട്ടിലേക്ക് വരാൻ ഒരു കാരണമാണല്ലോ. അപ്പോൾ അവർ തീരുമാനിച്ചു, നമ്മളൊക്കെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും നല്ല കർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹിനോട് ദ്വാരക്കുക എന്നാണ്. ഇനി ബാക്കി ചരിത്രം ഞാൻ സദസ്സിൽ പറയേണ്ട ആവശ്യമില്ല. 3 ആളും 3 നന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചു. കല്ല് നീങ്ങിയോ? നീങ്ങി. എന്താ ഇതിൻ്റെ അർത്ഥം? ആ ഇബാദത്തിൻ്റെ പവറാണത്. ഞാനിങ്ങനെ ആലോചിച്ചിന്, ഞാനേറ്റവും 4ാമതായിട്ട് ഓല കൂടെ ഉണ്ടായിന്, അയറ്റോട് കുടുങ്ങിയില്ലേ? ഓൽത് കനണ്ട് നീങ്ങി, എൻ്റെ ഭാഗം നീങ്ങോ? ഞാൻ എൻ്റെ നിസ്കാരം എടുത്ത് പറഞ്ഞു. ഏത് നിസ്കാരം? എൻ്റെ നിസ്കാരം എവിടെ? ഇനി എനിക്ക് ഫാത്തിഹ എന്താണെന്ന് അറിയണോ? എന്താ അറിയുന്നത്? ഫാത്തിഹ ഓതുമ്പോൾ അർത്ഥം ചിന്തിച്ചിനോ? പിന്നെ നിസ്കാരം ഏത് അമല സഹോദരന്മാരെ നമ്മളെടുത്ത് പറയാ. ഇപ്പം 3 ആളുകളുണ്ട്, 3 ഭാഗം നീങ്ങിയപ്പോൾ ആ കല്ല് നീങ്ങി. 4 ഉണ്ടെങ്കിൽ 4 ഭാഗം നീങ്ങിയാൽ നീങ്ങുള്ളൂ. മറ്റൊരു 3 ആളും പ്രാർത്ഥിച്ചു നീങ്ങി. നിൻ്റെ ഭാഗം കൂടി നീങ്ങാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാൻ നിൽക്കുക. ഞാൻ എൻ്റെ ഏത് അമലെടുത്ത് പറഞ്ഞാൽ ആ കല്ല് നീങ്ങുക? നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ നമസ്കാരം കൊണ്ട്, നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ട് മരണം മുതൽ ഖബർ സ്വർഗം വരെയുള്ള പ്രതിസന്ധിയിൽ ഏത് പ്രതിസന്ധി നിന്ന് രക്ഷപ്പെടുക? അതാണല്ലോ ഖനം എന്ന് പറഞ്ഞത്. നാഫി റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ അള്ളാഹുവിൻ്റെ മൗലയാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ കരയുന്നു. ചോദിച്ചു, മാ യുബ്കീക, എന്തിനാ ഞങ്ങൾ കരയണത്? അദ്ദേഹം പറഞ്ഞു, എന്നെ കരയിപ്പിച്ചത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മരിച്ചുപോയി. അദ്ദേഹത്തെ പറ്റി ഓർത്തിട്ട് കരഞ്ഞതാ. എന്താ കാര്യം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ കനം. എന്ത് കനം? നമ്മൾ ഓൻ്റെ ഇരുത്തങ്ങൾ, ഓൻ്റെ ഒരു കനം. ആ കനല്ല പറഞ്ഞത്.
അവരുടെ ഇബാദത്തിൻ്റെ ഇൽമിൻ്റെ അമലിൻ്റെ ഖനം 5 വർഷേ സഹോദരന്മാരെ മുസ്ലിമായി ജീവിച്ചിട്ടുള്ളൂ. വെറും 5 വർഷം. 5 വർഷം മുസ്ലിമായി ജീവിച്ച ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഇബാദത്തിൻ്റെ ഖനത്രേരങ്ങൾ. അദ്ദേഹം മരിച്ചപ്പോൾ തഹറക്കൽ അർഷു, അള്ളാഹുവിൻ്റെ സിംഹാസനം കുലുങ്ങി. ഒരു മനുഷ്യൻ്റെ ഇബാദത്ത് കൊണ്ട്, ഒരു മനുഷ്യൻ്റെ തഖ്വ കൊണ്ട്, ഈമാൻ കൊണ്ട് പടച്ച റബ്ബിൻ്റെ സിംഹാസനം കുലുങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഇബാദത്തിൻ്റെ വെയിറ്റ് എത്രയാ? ഫുതിഹത്ത് അബ്വാബു സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറന്നു. 1000കണക്കിന് 10000കണക്കിന് മലക്കുകൾ വന്നു മയ്യത്ത് കാണാൻ. പ്രവാചകൻ തള്ളവിരൽ കുത്തിയാ നടന്നത്, മലക്കളെ ചവിട്ടി പോതക്കാൻ. ഈ മനുഷ്യൻ്റെ കനത്രങ്ങൾ പറയും. എത്ര കൊല്ലം? 5. എനിക്ക് 56 വയസ്സായി. എനിക്ക് കിട്ടുമോ? അദ്ദേഹത്തിൻ്റെ 10 ഇരട്ടി ഞാൻ അവിടെ ജീവിച്ചു. ഇതേതെങ്കിലും സംഭവം ഞാൻ മരിച്ചാൽ ഉണ്ടാവുമോ? ആലോചിക്കുക. എന്നിട്ടോ അദ്ദേഹത്തിൻ്റെ ജനാസയെ അനുഗമിക്കാൻ ലക്ഷക്കണക്കിന് മലക്കുകൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തെ പോലും ഖബറ് ഞെരുക്കിയില്ലേ എന്ന് ആലോചിച്ച് കരഞ്ഞുപോയി. ഇത് നമ്മൾ എടുക്കുന്നത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഇബാദത്തിൻ്റെയും ഈമാൻ്റെയും ഖനത്രേന്നാ. ഈ ഖനം നമ്മുടെ അമലുകൾക്കുണ്ടോ ഇല്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉയരം കുറഞ്ഞ ആളാണ്, മെലിഞ്ഞ ആളാണ്, പ്രായത്തിനനുസരിച്ച് ഉയരല്ല, ചെറിയ കയ്യും കാലും ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. അദ്ദേഹം അറാക്ക് മരത്തുമ്പോൾ കയറി. അറാക്ക് എന്ന് പറഞ്ഞാൽ പല്ല് കേൾക്കണ ആ കൊള്ളി കഷ്ണം ഉണ്ടല്ലോ, ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ കൊണ്ടുവരുന്നത് ആ മരത്ത്. അയിമ കയറിയപ്പോൾ കാറ്റടിച്ചപ്പോൾ അയിമന്ന് ഇങ്ങനെ ആടി കളിക്കുക. കാരണം അറാക്കൊന്നും പൊട്ടൂല, അതിനുള്ള വെയിറ്റ് ഇല്ല. അപ്പം അത് കണ്ടപ്പോൾ ഈ തുണി ഇങ്ങനെ നീങ്ങിയപ്പോൾ കാലിൻ്റെ തൊട സ്വഹാബികൾ കണ്ടു, മണ്ണല്ലാത്ത തൊട. ഒരു ചിരിച്ചു എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളെന്തേ ചിരിക്കണ്? അല്ല, ഞങ്ങൾ ഇബ്നു മസ്ഊദിൻ്റെ കയ്യും കാലും കണ്ട് ചിരിച്ചു. ആ മെലിഞ്ഞ കയ്യും കാലും കണ്ടപ്പോഴേ, നിങ്ങൾക്കൊരു വിഷയം കേൾക്കണോ? ആ മെലിഞ്ഞ കാലുണ്ടല്ലോ, അത് ഉഹദ് മലയേക്കാൾ ഖനമുണ്ടാകും മീസാനിൽ വെച്ചാൽ. സഹോദരങ്ങൾ, ഞാൻ ചോദിക്കട്ടെ, അതേത് ഖന? അതേത് ഖന? ഈ നമ്മൾ നേരത്തെ വിവാഹ പരസ്യത്തിൽ കൊടുത്ത ഹൈറ്റും പറ്റുക അല്ല. ഈമാൻ കൊണ്ടും അമല് കൊണ്ടും അള്ളാൻ്റെ അടുക്കൽ ഒരു ഖനം ഞമ്മക്കുണ്ടാവണം. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഒരു ഖനവുമില്ലാത്ത കുറേ വണ്ണം വെച്ച മനുഷ്യന്മാർ പരലോകത്തുണ്ടാവും. നമ്മുടെ ഇബാദത്ത് അങ്ങനെ ആയിക്കൂടെ, നമ്മുടെ നോമ്പ് അങ്ങനെ ആയിക്കൂടെ. നോമ്പിനും സക്കാത്തിനൊക്കെ വെയിറ്റ് വേണം. അതിന് അത്ര താല്പര്യത്തോടെ അത് നിർവഹിച്ച് അതിൻ്റെ അവസാന സമയം എന്ന നിലക്ക് കൂടുതൽ താല്പര്യത്തോടെ അള്ളാഹിനോട് ചോദിച്ച് വാങ്ങാൻ കഴിയും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈമാൻ കിട്ടി മരിക്കണം. ഖബർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചിന്തിക്കലുണ്ടോ? ഞങ്ങൾക്കൊക്കെ ഒരു ഗുണം എന്താ വെച്ചാൽ, നമ്മളെ റേഷൻ ഷാപ്പുള്ളത് ഖബറിൻ്റെ അടുത്താണ്. അവിടെ പോകുമ്പോൾ ഒന്ന് എൻ്റെ അമ്മൻ്റെയും പാപ്പൻ്റെയും ഖബറിൻ്റെ അടുത്തൊന്ന് പോകും. മക്കവാറും ആൾക്ക് ആ പരിപാടി ഇല്ല. പാപ്പനാളെ കൊണ്ടുവച്ചിട്ട് പോലും പിന്നെ യാതൊരു അഡ്രസ്സും ഇല്ല. ഖബറിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കണം. എൻ്റെ വീട്ടിൽ ഏകദേശം എൻ്റെ ഈ അരക്ക് ഉയരമുള്ളൊരു ബക്കറ്റുണ്ട്. ആ ബക്കറ്റ് വെള്ളം നിറക്കാനുള്ളതല്ല, പിന്നെ തിരുമ്പാനുള്ളത് കൊണ്ടുപോയിടാനുള്ളതാണ്. അതിലിട്ടാലേ ഇപ്പോൾ തിരുമ്പുള്ളൂ. എൻ്റെ ഒരു കള്ളിത്തുണി 1.5 ആഴ്ചയായി കാണാനില്ല. തിരുമ്പിയാൽ അയലുമേലുണ്ടാവും, അയലുമേലില്ല. തിരുമ്പി കഴിഞ്ഞാൽ വെക്കണം അലമാരി നോക്കി അതിൽ പുതിയ തല്ലുനി. അപ്പോൾ ആരെ പതെടുത്ത് കൊണ്ടുപോയി ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഞാനൊന്ന് വെറുതെ നോക്കിയതാ. അപ്പോൾ ഞാൻ ഇട്ടത് കുറച്ച് സ്പീഡ് കൂടി. അത് ബക്കറ്റിൻ്റെ അപ്പുറത്ത് കിടക്കണം 1.5 ആഴ്ചയായിട്ട്. യതീമക്കൾ കിടക്കണായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെത്തപ്പോൾ ഈ തുണി തിരുമ്പാൻ ബക്കറ്റ് കഴിഞ്ഞോ? ഇല്ല, എന്നാൽ അടുത്ത് തിരുമ്പിയാളി അറിയും. ഞാനെടുത്ത് തിരുമ്പി. കച്ചർക്ക് റമദാനാണല്ലത്. ഇങ്ങനൊരു ബക്കറ്റ് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് അതിൽ ഫുള്ള് വെള്ളമാക്കുക. എന്നിട്ട് നിങ്ങളെ തല ആ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കുക. എന്നിട്ട് ഭർത്താവിനോട് പറയാം, അല്ലെ ഭാര്യനോട് പറയാം, കുറച്ച് നേരം അമർത്തി പിടുക്കിയിട്ടോ ഒന്ന് പറയരുത് കേട്ടോ. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ് 3 മിനിറ്റിൽ കൂടുതൽ നമുക്ക് വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ കഴിയില്ല, സ്വാഭാവികമാണ്. 4ാമത്തെ മിനിറ്റ് മണി ബോധം കെടും. അതാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ 24 മണിക്കൂർ. മൽ മയ്യിത്തു ഫിൽ ഖബരി ഇല്ലാ കഗരീഖിൽ മുതഗവ്വിസ്. വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ് ഖബറിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ 24 മണിക്കൂർ. അതുകൊണ്ട് അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ നമ്മളെ കുടുംബത്തിലും നാട്ടിലും മരിച്ചുപോയ മനുഷ്യന്മാരെ മറക്കാനേ പാടില്ല. ഞാനത് പറഞ്ഞുകൊണ്ടുവന്നിരുന്നില്ല. അവിടെ ഖബർ വിശാലമാവണം. ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടണം. ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയാൻ അറിവും കഴിവും തൗഫീക്കും കിട്ടണം.
പരലോകത്ത് അറശിൻ്റെ തണൽ കിട്ടണം, ഹൗലുൽ കൗസർ ഗ്ലാസ് വെള്ളം കിട്ടണം, വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കണം, എളുപ്പത്തിലുള്ള വിചാരണ കിട്ടണം, സിറാത്തിലൂടെ ഇടിമിന്നൽ വേഗത്തിൽ പോകണം, സ്വർഗം കിട്ടണം, നരകത്തിന് കിട്ടണം. 10 ഒന്ന് ഈമാൻ കിട്ടി മരിക്കണം. ഖബർ വിശാലമാവണം, ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടണം, പരലോകത്ത് അർശിൻ്റെ തണൽ കിട്ടണം, ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ അറിവും കഴിവും തൗഫീക്കും കിട്ടണം, ഹൗലുൽ കൗസർ ഗ്ലാസ് വെള്ളം കിട്ടണം, വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കണം, എളുപ്പത്തിലുള്ള വിചാരണ കിട്ടണം, നരകമോചനം കിട്ടണം, സ്വർഗപ്രവേശനം കിട്ടും. 10 ഇതിൽ 10 ഏതൊക്കെ ഇപ്പം നമ്മൾ കിട്ടിയത്? ഇതിലേതാ സഹോദരന്മാരെ മാറ്റി വെക്കാൻ പറ്റിയത്? ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയിട്ട് നമ്മുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് അള്ളാഹു അത് വാരിക്കോരി കൊടുക്കുന്ന ഒരാഴ്ച കൂടി ഉണ്ട്. സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അത്താഴം കഴിച്ച പാത്രപ്പള കകല്? അത്താഴം കഴിച്ചപ്പോൾ അപ്പം തന്നെ കകും. അതെന്തിനാ? ഞാൻ പിന്നെ സുബീസ് കഴിച്ചാൽ വീണാൽ മതിയല്ലോ. അത്താഴം കഴിക്കുക പാത്രം കേൾക്കേണ്ട സമയമാണോ? അപ്പോൾ അത്താഴം കഴിച്ച് സുബിയാൻ കൊടുക്കുന്ന മുമ്പ് പാത്രം കേൾക്കേണ്ട സമയമാണോ? അല്ല ഒന്നാനകത്ത് നിൽക്കുക. എന്തിനു ഈ 10 കാര്യം കൊടുക്കാൻ? അതുകൊണ്ട് ദയവ് ചെയ്ത് അത്താഴം കഴിച്ച പാത്രം അട വെക്കി, എന്നിട്ട് പടച്ചവനോട് ദ്വാരക്ക് ഈ 10 കാര്യം ചോദിച്ചു വാങ്ങണം. ഈ 10 ഏതാ നമുക്ക് ഒന്ന് അത് കാണണമെന്നില്ല എന്ന് പറയും. ഒരു കാര്യം പറയുങ്ങൾ, ഈ 10 ഏതൊക്കെ നമുക്ക് കിട്ടി? അതുകൊണ്ട് അത് കിട്ടാനുള്ള പ്രവർത്തനം ചെയ്യണം, അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. അടുത്ത റമളാൻ നമ്മളെ അജണ്ടയിലില്ല. അടുത്ത റമളാൻ നമ്മൾ ഇവിടെ ഇല്ല. എനിക്കത് ഉറപ്പായത് റമളാൻ്റെ ഒരാഴ്ച മുമ്പാ. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 8 വയസ്സായ കുട്ടി, 2ാം ക്ലാസ് പഠിക്കുന്നു, പെൺകുട്ടി, പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്നൊരു പെൺകുട്ടി. ഓള് സ്കൂൾ ഉച്ച ചോർന്നാൻ വന്നതാ. ഓടി വന്ന് 8 വയസ്സായ കുട്ടികളെ എന്ത് ചെയ്യാതെ പോക്കാ പോവുക? അതുകൊണ്ട് പാറി വന്ന് തിന്ന് അങ്ങോട്ടും ഒരു പാറ്റ് ഇല്ലേ. ഉച്ചയ്ക്ക് ശേഷം സ്കൂൾ വിട്ട് സ്കൂൾ വെല്ലടിച്ച് സ്കൂളിലെ ക്ലാസ് കുത്തിരുന്നാണ് മരിച്ചുപോയി. 8 വയസ്സായ കുട്ടി, അറ്റാക്കാണത്രേ. ഇനി ഞാൻ 56 വയസ്സായ ഞാൻ എന്ത് പ്രതീക്ഷയിലാണ് സഹോദരന്മാരെ അടുത്ത റമളാൻ കാത്തുക്കണം? നിങ്ങൾ പറയും. ഈ 8 വയസ്സായ കുട്ടിക്ക് അടുത്ത ദിവസം പ്രതീക്ഷിക്കാനില്ലെങ്കിൽ ഈ 56 വയസ്സായ എനിക്ക് എന്ത് പ്രതീക്ഷയുള്ളത്? അവിടെ അടുത്ത റമളാനിനെ പറ്റി ചിന്തിക്കേ വേണ്ട. ഇതിൽ നിന്ന് കിട്ടണം. ഈ 10 ആവശ്യവും ചോദിച്ചു വാങ്ങണം. അത് നമുക്ക് തരാൻ അള്ളാഹ്ക്ക് തോന്നണം. തോന്നുന്ന പെർഫോമൻസ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ സദസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമളാനും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ, ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വന്നുപോയിട്ടുള്ള ന്യൂനത പരിഹരിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തിലും നാട്ടിലും മഹല്ലിലും മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും നീ ഷിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അവസാനം മരിക്കുമ്പം ഈമാനോടുകൂടെ തൗബയോടുകൂടെ സ്വർഗത്ത് ഞങ്ങളെ സ്ഥാനം നേർക്ക് നേരെ കണ്ട് സന്തോഷത്തോടെ റാഹത്തോടെ പ്രതീക്ഷയോടെ നിന്നിലേക്ക് മടങ്ങി വരാൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. മരണശേഷം ഞങ്ങൾക്കായി നീ കണക്കാക്കിയിട്ടുള്ള 6 അടി മണ്ണ് കണ്ണെത്താ ദൂരം നീ വിശാലമാക്കി തരണേ തമ്പുരാനെ. ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ കവാടം നീ തുറന്നു തരണേ തമ്പുരാനെ. ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ അറിവും കഴിവും തൗഫീക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരലോകത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. പ്രവാചകൻ്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഏറ്റവും എളുപ്പത്തിലുള്ള വിചാരണ തന്ന് ഞങ്ങളെല്ലാം നീ സഹായിക്കണേ തമ്പുരാനെ. വലത് കൈയിൽ കർമ്മരേഖ ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. ഇടിമിന്നൽ വേഗത്തിൽ സിഗതാത്ത് കടന്നു പോകുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബം ഇസ്ലാമികമായ നല്ല കുടുംബമാക്കണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.